ഹലോ. ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ദോശയും അതുപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സായി. അത് വളരെ ചെറിയൊരു നമ്പറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഞാനെൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത 2-3 ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആകെ 7 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പോയിട്ടുണ്ടായിരുന്ന എറണാകുളം പഞ്ചായത്തിൻ്റെ അടുത്തുള്ള മയ്യഴി ക്യാൻറ്റീനിലായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. അച്ചാറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കേര തവ ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ കക്കയായിരുന്നു. കക്ക എനിക്കും കേര തവ ഫ്രൈ വിച്ചുവിനുമായിരുന്നു. അങ്ങനെ നമ്മൾ നന്നായി ഫുഡൊക്കെ കഴിച്ചു. വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തേക്ക് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴംപൊരിനൊപ്പം ഞാൻ ചെറുതായിട്ട് ഒരു ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞിട്ടിട്ടു പൊട്ടറ്റോ ഫ്രൈയും കൂടെ ഉണ്ടാക്കി. രാത്രിത്തേക്ക് നമ്മൾ സിമ്പിളായിട്ടൊരു ഫുഡാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് റാഗീൻ്റെ പപ്പടമാണ്. ഇവിടെ തൃപ്പൂണിത്തുറ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതാണ്. അത് വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചോറും ബീട്രൂട്ട് സാമ്പാറും മുട്ട വറുത്തതും പപ്പടവും അച്ചാറൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.